പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം തിരുലിഖിതം. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൻ്റെ ഓരോ തിക്കിലും തിരക്കിൽ നിന്ന് എന്നെയും നിങ്ങളെയും നമ്മളെ ഓരോരുത്തരെയും സ്വർഗീയ പിതാവ് ഈ നിമിഷങ്ങളിൽ ആത്മീയ സ്പർശനത്തിനായി ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. അവിടുത്തെ ആത്മാവ് ഈ നിമിഷം എൻ്റെയും നിങ്ങളുടെ മേൽ വ്യാപരിക്കും. ദൈവികമായ ഇടപെടലുകളും അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കും. കഴിഞ്ഞ നാളുകളിൽ ഒരു വ്യക്തിയുടെ അനുഭവം ആ വ്യക്തി എഴുതി രേഖപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് ലിസി, ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി എന്ന സ്ഥലത്തു നിന്നാണ് ഈ എഴുത്ത് എഴുതുന്നത്. ഞാനും എൻ്റെ കുടുംബവും എല്ലാ ഞായറാഴ്ചയും ഷാലോം TV-യിൽ 8:30 അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകരാണ്. എൻ്റെ ഭർത്താവിന് ചെവി കേൾക്കാത്ത അവസ്ഥയായിരുന്നു. മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുകയായിരുന്നു. ചെവി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് 12,000 രൂപയുമായി വരാൻ പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞയച്ചു. ഈ അവസരത്തിലാണ് ഡിസംബർ 7-ാം തീയതി ഞായറാഴ്ചയിലെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ഞങ്ങൾ പങ്കെടുത്തത്. ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ തലയിൽ കൈകൾ വെച്ച് ഞാൻ എൻ്റെ കർത്താവെ ഈ രോഗം എടുത്തു മാറ്റണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ രോഗം മാറുകയാണെങ്കിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേർന്നു. അതിനുശേഷം 12,000 രൂപയും തയ്യാറാക്കി മെഡിക്കൽ കോളേജിലേക്ക് ഓപ്പറേഷന് വേണ്ടി ചെന്നു. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ചെവിക്ക് യാതൊരു കുഴപ്പവുമില്ല, ഇപ്പോൾ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ പണവുമായി മടക്കി അയച്ചു. ഇപ്പോൾ എൻ്റെ ഭർത്താവിന് നന്നായി കേൾക്കാൻ സാധിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിന് 1000 നന്ദി അർപ്പിക്കുന്നു. അഭിഷേകാഗ്നി പ്രോഗ്രാമിലൂടെയാണ് ഈ അത്ഭുതം യേശു ഞങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിച്ചത്. ദൈവത്തിന് സ്തുതിയും മഹത്വവും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. 2 കരങ്ങളും കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഞാനും നിങ്ങളും ഈ നിമിഷങ്ങളിൽ അനുഗ്രഹീതരാകാൻ, ധന്യരായി തീരാൻ ദൈവിക അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മാവിൻ്റെ അഭിഷേകത്തിന് പ്രാർത്ഥിക്കുക. വചനത്തെ വ്യാഖ്യാനിക്കുന്ന ആത്മാവ്,
ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ നൽകുന്ന ആത്മാവ്, രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ആത്മാവ്, യേശു ക്രിസ്തുവിനെ കർത്താവേ എന്ന് വിളിക്കാൻ ശക്തിപ്പെടുത്തുന്ന ആത്മാവ്, ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ അഭിഷേകം ചെയ്യുന്ന ആത്മാവ് ഇപ്പോൾ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് എല്ലാവരും ചേർന്ന് വലിയ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഉറക്കെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഇപ്പോൾ വ്യാപരിക്കണമേ പരിശുദ്ധാത്മാവേ. പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, അഭിഷേകത്തിന് ശക്തി വ്യാപരിക്കട്ടെ, അഗ്നി അഭിഷേകം വ്യാപരിക്കട്ടെ. തിന്മയും തിന്മയുടെ ആധിപത്യങ്ങളും നസറേനായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വഴക്കിന്റെയും വിദ്വേഷത്തിന്റെയും രോഗത്തിന്റെയും പകർച്ചവ്യാധികളുടെയും പൈശാചിക പീഡകളുടെയും ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം തിരുലിഖിതം. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാനും നിങ്ങളും ഉറപ്പ് വരുത്തേണ്ട ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്, ഞാനാണോ ജീവിക്കുന്നത്, ക്രിസ്തു ആണോ എന്നിൽ ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ച്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം താല്പര്യങ്ങളും സ്വന്തം പദ്ധതികളുമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ അഭിഷേകമല്ല. അവിടെ ക്രിസ്തു അല്ല രാജാവായി വസിക്കുന്നത്. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ക്രിസ്തു രാജാവായി വസിക്കുകയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറും. എൻ്റെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി കൊണ്ട് അത് രൂപാന്തരപ്പെടും. എൻ്റെ സ്നേഹം കൊണ്ടല്ല, പിന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ടായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്നത്. എൻ്റെ സ്നേഹം കൊണ്ടല്ല, പിന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ടായിരിക്കും ഞാൻ എല്ലാവരെയും സ്വീകരിക്കുന്നത്. ഇത് പ്രസക്തമായൊരു വിഷയമാണ്. ഇന്ന് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നത് എൻ്റെ സ്നേഹം കൊണ്ടാണോ അതോ ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ടാണോ? ഇതെങ്ങനെ നമ്മൾ തിരിച്ചറിയും? ഇന്ന് ക്രിസ്തു എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ സത്യമായും ജീവിക്കുന്നുണ്ടോ? ഇന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹമാണോ എൻ്റെ സ്നേഹമാണോ ഇന്ന് പ്രവർത്തനരതമായിരിക്കുന്നത്? ഞാനും നിങ്ങളും നന്നായി വിവേചിച്ച് മനസ്സിലാക്കേണ്ട ഒരു മേഖലയാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ സ്നേഹം കൊണ്ടാണ് ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിനൊരു പരിധിയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ആ സ്നേഹം വറ്റിപ്പോകും. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വൈദികൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമാണ്. ആ വൈദികനെക്കുറിച്ച് ആ വൈദികൻ്റെ അപ്പനും അമ്മയ്ക്കെല്ലാം വലിയ മതിപ്പായിരുന്നു, വലിയ അഭിമാനമായിരുന്നു. ആര് വീട്ടിൽ വന്നാലും ആ അച്ഛനെക്കുറിച്ച് എല്ലാവരോടും ആ അച്ഛൻ്റെ അപ്പൻ വിശദമായി വിവരിച്ച് സംസാരിക്കും. നോർത്ത് ഇന്ത്യയിൽ മിഷണറി പ്രവർത്തനത്തിന് പോയിരിക്കുന്ന ഒരു അച്ഛനാണ്. അങ്ങനെ വലിയ അഭിമാനത്തോടെയാണ് ആ അച്ഛൻ്റെ അപ്പൻ അച്ഛനെക്കുറിച്ച് വിവരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നാൾ ആ വൈദികൻ്റെ ജീവിതത്തിൽ പ്രതികൂലമുണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി. കഠിന പ്രതികൂലത്തിലൂടെ കടന്നു പോകേണ്ടി വന്ന സമയത്ത് ആ വലിയ പരീക്ഷണ കാലഘട്ടത്തിൽ ആ അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛന് അടിപതറി, പൗരോഹിത്യ ജീവിതം ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഈ വാർത്ത അപ്പൻ്റെ ചെവിയിലും എത്തി. എൻ്റെ മകൻ പൗരോഹിത്യം ഉപേക്ഷിച്ച് പോയിരിക്കുന്നു എന്ന വാർത്ത, ഹൃദയഭേദകമായ വാർത്ത ആ അപ്പൻ കേട്ടപ്പോൾ അപ്പന് സഹിച്ചില്ല. അപ്പൻ വേഗം ഒരു സ്റ്റൂൾ എടുത്തുകൊണ്ട് വന്ന് ആ വീടിൻ്റെ ഉമ്മറപ്പടിയിലിട്ടു. അവിടെ നിന്ന് ആ സ്റ്റൂളെ കയറി നിന്ന് മകൻ്റെ ഫോട്ടോ ആ ഭിത്തിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ വലിച്ചു പറിച്ചെടുത്ത് ആ നടക്കല്ലെ കൊണ്ട് എറിഞ്ഞ് ഉടച്ചിട്ട് പറഞ്ഞു, എനിക്കിങ്ങനത്തെ ഒരു അച്ഛനുമില്ല, ഇങ്ങനത്തെ ഒരു മകനുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് എൻ്റെ സ്നേഹം കൊണ്ട്, നമ്മുടെ സ്നേഹം കൊണ്ട് മറ്റൊരാളെ സ്നേഹിച്ചാൽ വരുന്ന പരിണാമഫലം. എൻ്റെയും നിങ്ങളുടെയും സ്നേഹം അത് പരിധിയുള്ളതാണ്,
അത് ഇന്നല്ലെങ്കിൽ നാളെ വറ്റിപ്പോകുന്നതാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹമാകട്ടെ, അത് വറ്റിപ്പോകുന്ന സ്നേഹമല്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് പരിധിയില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം വറ്റിപ്പോകുന്ന സ്നേഹമല്ല, അത് നിത്യമായ സ്നേഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാനും നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ടാണ് ഒരാളെ സ്നേഹിക്കുന്നതെങ്കിൽ അവരിൽ നിന്ന് എന്തു തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും ശരി, നമുക്ക് അവരെ സ്നേഹിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയുകയില്ല. ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ്റെ ജീവിതത്തിലൊരു സംഭവം ഉണ്ടായി. അദ്ദേഹം ഒരു നാൾ തെരുവോരങ്ങളിലൂടെ യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. അപ്പോൾ കുറേ ആളുകൾ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് പറഞ്ഞ് കല്ലെടുത്ത് എറിയാൻ തുടങ്ങി. അങ്ങനെ കല്ലേറ് അദ്ദേഹത്തിൻ്റെ മേൽ പതിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം സന്തോഷം കൊണ്ട് നിറഞ്ഞ് തുള്ളിച്ചാടി അവരോട് ഇങ്ങനെ ഉദ്ഘോഷിച്ചു: ഒരു ഏറ് എറിയുന്ന ആൾക്ക് ഒരനുഗ്രഹം, 2 ഏറ് എറിയുന്നവർക്ക് 2 അനുഗ്രഹം, 3 കല്ലും കൊണ്ട് എറിയുന്നത് 3 അനുഗ്രഹം. പ്രൈസ് ദ ലോർഡ്. അദ്ദേഹത്തിന് അവരോട് പ്രതികാരമല്ല തോന്നിയത്, അവരോട് സ്നേഹം വർദ്ധിക്കുകയാണ് ചെയ്തത്. തന്നെ കല്ലെറിഞ്ഞ് തൻ്റെ തലയിൽ ശരീരമെല്ലാം എറിഞ്ഞ് പൊളിക്കുന്ന അവരോട് പ്രതികാരമല്ല, അവരോട് സ്നേഹവും മതിപ്പും വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. ലോകം ഞെരുക്കുമ്പോൾ പിൻവലിയുന്നതല്ല ക്രിസ്തുവിൻ്റെ സ്നേഹം. ലോകം ഞെരുക്കുമ്പോൾ, ലോകം പ്രതികൂല ശ്വാസം മുട്ടിക്കുമ്പോൾ അവിടെയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രകാശിക്കുന്നത്. അഗ്നിയിൽ സ്വർണം പ്രകാശിക്കുന്നത് പോലെ ലോകത്തിൻ്റെ പീഡകളുടെ നടുവിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രകാശിച്ച് 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 അത് തെളിഞ്ഞു വരും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് 13:8, സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് ജഡിക സ്നേഹത്തെക്കുറിച്ചല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ സ്നേഹം കൊണ്ട്, ജഡത്തിൻ്റെ സ്നേഹം കൊണ്ട്, ജഡപ്രകാരം സ്നേഹിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് വറ്റിപ്പോകും. നമ്മൾ ഇന്ന് സ്നേഹിക്കും, നാളെ സ്നേഹിക്കും, മറ്റന്നാൾ സ്നേഹിക്കും, ഈ വർഷം സ്നേഹിക്കും, അടുത്ത വർഷം സ്നേഹിക്കും. എന്നാൽ ഒരു നാൾ വരും, അന്ന് ഈ സ്നേഹം വറ്റും. അന്ന് ഇങ്ങനെ പറയും: ഇനി എനിക്ക് അവനെ കാണണ്ട, ഇനി എനിക്ക് അവനെക്കുറിച്ച് കേൾക്കണ്ട, എനിക്കിനി ഒന്നും അറിയണ്ട, ഇനി അവൻ എൻ്റെ അടുത്ത് വരികയും വേണ്ട. സ്നേഹം വറ്റിപ്പോകും. മനുഷ്യൻ്റെ നന്മയ്ക്ക് ഒരു പരിധിയുണ്ട്. എന്നാൽ ഞാനും നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ, കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്: സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, ഒരിക്കലും അത് അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നു പോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും, എന്നാൽ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ എൻ്റെ സ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹമാണെങ്കിൽ, ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട്, ക്രിസ്തു എന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ, ആ ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ടാണ് ഞാൻ ലോകത്തിൽ ഇടപെടുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം എത്ര നിന്ദിച്ചാലും നമുക്ക് പ്രതികാരം തോന്നുകയില്ല. ലോകത്തിൻ്റെ എത്ര ഞെരുക്കം വന്നാലും നമുക്ക് മാത്സര്യം തോന്നുകയില്ല. ലോകം എന്തൊക്കെ ചെയ്താലും നമുക്ക് സന്തോഷം നഷ്ടപ്പെടുകയില്ല. ഫ്രാൻസിസ് അസീസി പുണ്യാളൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ മറ്റൊരു അനുഭവമാണ് ഇതിന് ഉപോത്ബലകമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അസീസി പുണ്യവാളൻ ഒരു ദിവസം തൻ്റെ തുണ സഹോദരനായ ബ്രദർ ലിയോയോട് ചോദിച്ചു: ബ്രദർ ലിയോ, ഇന്ന് എനിക്ക് ഏറ്റവും അധികം സന്തോഷം ഉണ്ടാകുന്ന, എപ്പോഴായിരിക്കും എനിക്ക് ഏറ്റവും അധികം സന്തോഷം ഉണ്ടാകുക എന്ന് നിനക്ക് പറയാൻ കഴിയുമോ? അപ്പോൾ ബ്രദർ ലിയോയുടെ ബുദ്ധിയിൽ തോന്നിയ പല കാര്യങ്ങൾ പറഞ്ഞു. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ ഒരുപക്ഷെ സന്തോഷമാകുമായിരിക്കും. ബ്രദർ ഫ്രാൻസിസ് അസീസി പറഞ്ഞു, അല്ല. വീണ്ടും പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടന്നു, ഒരുപക്ഷെ സന്തോഷം ഉണ്ടാകുമായിരിക്കും. ബ്രദർ ഫ്രാൻസിസ് അസീസി പറഞ്ഞു, അല്ല. ഈ ബ്രദർ ലിയോ പറഞ്ഞു, ഗുരു, അവിടുന്ന് തന്നെ പറഞ്ഞാലും. അപ്പോൾ ഫ്രാൻസിസ് അസീസി പറഞ്ഞു, നമ്മൾ സ്ഥാപിച്ച് നമ്മൾ നട്ടു വളർത്തിയ ഈ ആശ്രമത്തെക്കുറിച്ച് നിനക്ക് അറിവുള്ളതല്ലേ? ഫ്രാൻസിസ് അസീസി തന്നെ സ്വന്തം ഒരു ആശ്രമത്തെക്കുറിച്ച്, അവിടെ ഫ്രാൻസിസ് അനുയായികൾ ഫ്രാൻസിസ് അസീസി നേരിട്ട് തിരഞ്ഞെടുത്ത്, നേരിട്ട് പരിശീലനം കൊടുത്ത്, നേരിട്ട് പഠിപ്പിച്ച ഒത്തിരി അനുയായികൾ വസിക്കുന്ന ആശ്രമത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി കൊടും തണുപ്പത്ത് ദിവസം മുഴുവനും ഭക്ഷണമൊന്നും കഴിക്കാതെ വിശന്നൊട്ടി വയറുമായി അർദ്ധരാത്രി നമ്മുടെ ആശ്രമത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ, നമ്മൾ തിരഞ്ഞെടുത്ത്, നമ്മൾ വളർത്തി, നമ്മളെല്ലാം ക്രമീകരിച്ച ആ ആശ്രമത്തിലെ ബ്രദർമാർ, ആ ആശ്രമത്തിലുള്ളവർ പാതിരായ്ക്ക്
കൊടും തണുപ്പത്ത്, ഈ കൊടും മഞ്ഞത്ത് വിറച്ച് വിറച്ച് കടന്നു ചെല്ലുമ്പോൾ മണിയടിച്ച് അവരെ വാതിൽ തുറക്കുന്ന സമയത്ത് അവർ നമ്മളെ കണ്ട പരിചയം പോലും കാണിക്കാതെ ഒരു വിറകെടുത്ത് അടിച്ച് കടന്നു പോകുൻ എന്ന് പറഞ്ഞ് ആട്ടിപ്പായിച്ചാൽ ആ സമയത്ത് അവരോട് വെറുപ്പ് തോന്നാതെ, ആ സമയത്ത് അവരെ ഓർത്ത് സഹോദര, സ്നേഹിത എന്ന് വിളിക്കാൻ തക്കവണ്ണം ഹൃദയത്തിൽ സ്നേഹം ഉണ്ടായാൽ അതായിരിക്കും എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന അനുഭവം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫ്രാൻസിസ് അസീസി പുണ്യവാളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞപ്പോൾ, ഫ്രാൻസിസ് അസീസി പുണ്യവാളുടെ ജീവിതത്തിൽ സ്വയം മരിച്ച്, സ്വന്തം ജഡത്തിന് മരിച്ച് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ ഈ ലോകം എത്ര നിന്ദിച്ചാലും അവിടെ ക്രിസ്തുവിനെ പ്രതി വെറുപ്പില്ലാതെ, വിരോധമില്ലാതെ, പ്രതികാരമില്ലാതെ, മത്സരമില്ലാതെ അവരെ ഉൾക്കൊണ്ട് അവരെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്നതിൽ ആനന്ദിക്കുന്ന ഒരു ജീവിതത്തെയാണ് അസീസി പുണ്യവാളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു ഇപ്രകാരം ദൈവമക്കളെ പഠിപ്പിച്ചു. മത്തായി 5:39, ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്, വലത് കരണം അടിക്കുന്നവന് ഇടത് കരണം കൂടെ കാണിച്ചു കൊടുക്കുക. വീണ്ടും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൽ 43 തിരുലിഖിതം, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുവിനെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കല്ലാതെ ശപിക്കരുത്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് കൊരിന്ത്യൻകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നത്, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഞാൻ വളർത്തിയ മക്കള്, ഞാൻ വളർത്തിയ സ്ഥാപനം, ഞാൻ നട്ടുവളർത്തിയത് ഈ സമൂഹം എന്നെ നോക്കും, എന്നെ പരിപാലിക്കും, ഇങ്ങനത്തെ ചിന്ത അത് സ്വാർത്ഥപൂരിതമാണ്. സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ടാണ് മക്കളെ വളർത്തുന്നതെങ്കിൽ, ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ടാണ് ക്രിസ്തുവിൻ്റെ സഭയെ സ്നേഹിക്കുന്നതെങ്കിൽ, ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ടാണ് ഈ ലോകത്തിൽ ഇടപെടുന്നതെങ്കിൽ, മറ്റുള്ളവരിൽ നിന്ന് എന്തു തന്നെ അനുഭവം ഉണ്ടായാലും തിരിച്ച് നമുക്ക് വെറുക്കാൻ കഴിയുകയില്ല. തിരിച്ച് സ്നേഹിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. എന്നാൽ ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ടല്ലാതെ സ്വന്തം സ്നേഹം കൊണ്ടാണ് കാര്യങ്ങൾ നടത്തുന്നതെങ്കിൽ, മക്കളെ, ഈ സ്നേഹം ഒരു നാൾ വറ്റിപ്പോകും. ജഡിക സ്നേഹം കൊണ്ടാണ് ഞാനും നിങ്ങൾ ഇന്ന് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതെങ്കിൽ, ഈ ജഡിക സ്നേഹം ഇന്നല്ലെങ്കിൽ നാളെ വറ്റിപ്പോകും. കർത്താവിൻ്റെ ആത്മാവ് റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ മക്കളെ പഠിപ്പിക്കുന്നു. റോമാലേഖനം 8:13, ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. സ്വന്തം സ്നേഹം കൊണ്ട് ജീവിക്കുമ്പോൾ, ജഡപ്രകാരമുള്ള സ്നേഹം കൊണ്ടാണ് ജീവിക്കുന്നത്, ജഡികരായിട്ടാണ് ജീവിക്കുന്നത്, നിങ്ങൾ തീർച്ചയായും മരിക്കും. അതുകൊണ്ട് ദൈവം റോമാലേഖനം 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. വിവേചിക്കുക, ഇന്ന് സത്യത്തിൽ ക്രിസ്തു എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നുണ്ടോ? ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കുന്നു, 2 കരങ്ങളും മാറോട് ചേർത്ത് വെക്കുന്നു. മകനെ, മകളെ, ഇത് പ്രാർത്ഥനയുടെ സമയമല്ലേ? ഇത് മർക്കടമുഷ്ടി ചിന്ത കൊണ്ടിരിക്കേണ്ട നേരമാണോ? കണ്ണടച്ച് ഈ കൂട്ടായ്മയോട് ചേർന്ന് എളിമയോടെ പ്രാർത്ഥിക്കുക. എളിമയോടെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കും. കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പ്രകാരമാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ലോകത്തിൽ മാത്രം കഷ്ടപ്പെട്ടിട്ട് ജഡപ്രകാരമുള്ളൊരവസ്ഥയിലാണെങ്കിൽ നിത്യതയിൽ വരുമ്പോൾ എനിക്ക് നീക്കിബാക്കി ഒന്നും ഉണ്ടാവുകയില്ലല്ലോ. അവിടുന്ന് പറഞ്ഞു, നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. ദൈവരാജ്യം നഷ്ടപ്പെട്ടവർ കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, എനിക്ക് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വരണം, എനിക്ക് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വരണം, എൻ്റെ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കണം. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് ഇതിൽ ജീവിക്കുന്നത് പറയാൻ തക്കവണ്ണം എനിക്കൊരു രൂപാന്തരീകരണം വേണം. ഒന്നും കൊണ്ട് ജനിക്കണം, ഒരു പുതു സൃഷ്ടിയാകണം. ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവേ, എന്നെ ഉരുക്കി വാർക്കണമേ, എന്നെ പുതുക്കി പണിയണമേ, എനിക്ക് പുതിയ ജനം തരണമേ. പ്രാർത്ഥിക്കുന്നു. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, പരിശുദ്ധാത്മാവേ, നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. പരിശുദ്ധാത്മാവേ, ജീവിക്കും ദൈവത്തിൻ അരൂപിയേ,
ആത്മാവേ ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ നവ്യമായൊരു പ്രവാഹം ഇപ്പോൾ ഓരോ മകന്റെയും മകളുടെയും ഹൃദയങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജഡത്തിന്റെ കോട്ടകൾ തകരട്ടെ, ജഡപ്രകാരമുള്ള സ്വഭാവങ്ങൾ തകരട്ടെ. യേശു ക്രിസ്തുവിന്റെ ആത്മാവ് പ്രവേശിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ ആത്മാവ് ഹൃദയങ്ങളിലേക്ക് അതിശക്തമായ വിധം വ്യാപരിക്കട്ടെ. പാപത്തെക്കുറിച്ച് അനുതാപത്തിന്റെ അഭിഷേകം ലഭിക്കട്ടെ. ദൈവരാജ്യം നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. റോമാലേഖനം 8-ാം അധ്യായം 9-ാം തിരുലിഖിതം. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഓരോരുത്തരുടെയും നിത്യരക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ പിടഞ്ഞ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതു ഭാഗത്തേക്ക് ആരോഹണം ചെയ്ത രക്ഷിതാവായ കർത്താവ് ഇന്നിതാ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിൽ സ്നേഹരാജാവിനെ, സൗഖ്യത്തിന് രാജാവായ യേശുവിനെ ഈ നിമിഷം ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നെങ്കിൽ അത്ഭുത സൗഖ്യമുണ്ട്, അത്ഭുത സമാധാനമുണ്ട്, അത്ഭുത അഭിഷേകമുണ്ട്, അത്ഭുത വിടുതലുണ്ട്. രണ്ട് കരങ്ങളും യേശു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി എല്ലാ ദൈവമക്കളും യേശുവേ എൻ്റെ രോഗത്തിലേക്ക് വരണമേ, യേശുവേ എൻ്റെ വേദനയിലേക്ക് വരണമേ, യേശുവേ എൻ്റെ ദുഃഖത്തിലേക്ക് വരണമേ, യേശുവിനെ വിളിച്ച് ഉറക്കെ പ്രാർത്ഥിക്കുന്നു. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. സൗഖ്യം വ്യാപരിക്കട്ടെ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. യേശുവേ വാഴണമേ, സ്പർശിക്കണമേ. രോഗങ്ങൾ മാറട്ടെ കർത്താവേ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ, കോട്ടകൾ തകരട്ടെ കർത്താവേ, അന്ധകാര പീഡകൾ വിട്ടുപോട്ടെ കർത്താവേ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ അത്ഭുത നാമത്തിൽ, യേശുവിന്റെ അത്ഭുത ശക്തിയാൽ പൈശാചിക പീഡകൾ ഇപ്പോൾ കൂട്ടത്തോട് അലറിക്കൊണ്ട് ഓടി മറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗങ്ങൾ മാറട്ടെ, ഭൂതങ്ങൾ മറയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. പാരമ്പര്യ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, തീരാവ്യാധികൾ, കഠിന ദുഃഖങ്ങൾ, ആത്മഹത്യ ചിന്തകൾ, അനർത്ഥങ്ങൾ, ദുർമരണങ്ങൾ, ദുർപീഡകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ മാറും, പ്രാർത്ഥിക്കുന്നു. ബന്ധനമെല്ലാം ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം വാഴണമേ, ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു, പക്ഷേ ദുബായിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്.
ഞങ്ങളുടെ മൂത്ത മകളുടെ ആദ്യത്തെ പ്രസവം വളരെ കോംപ്ലിക്കേറ്റഡും ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട്, പക്ഷേ ദൈവകൃപയാൽ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ ഡോക്ടേഴ്സ് വിധി എഴുതി രണ്ടാമതൊരു കുട്ടി ഉണ്ടാകാൻ 100% ചാൻസ് ഇല്ല, ഉണ്ടെങ്കിൽ തന്നെയും വളരെ കോംപ്ലിക്കേഷനാണ്. അവൾക്ക് പോളിസിസ്റ്റിക് ഡിസീസ് ഓഫ് ഓവറിയും കൂടെ ഉണ്ടായിരുന്നു. ഏതായാലും ഞങ്ങളതുകൊണ്ട് ഇതിനെപ്പറ്റി ചിന്തിച്ചതേ ഇല്ല. പക്ഷേ 3-4 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾക്ക് ഒരു കുട്ടി കൂടെ വേണമെന്ന് തോന്നി. അതിനെപ്പറ്റി അവരമ്മയോട് എൻ്റെ ഭാര്യ ഐവി ഇവിടെ ഉണ്ട്, അവളോട് സംസാരിക്കുകയും അവരെന്തോ തീരുമാനമെടുക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ അതിനെ എതിരായിരുന്നു, അതുകൊണ്ട് ഞാനത് പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ദൈവത്തിൻ്റെ ഇംഗിതം വേറെയായിരുന്നു. കുറേ നാൾ എൻ്റെ ഭാര്യ അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിച്ചു, മകളോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ന്യൂസ് കിട്ടി, മകൾ ഗർഭിണിയാണെന്ന്. പക്ഷേ എല്ലാവരും സന്തോഷിച്ചു, ഞാൻ സന്തോഷിച്ചില്ല. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ അതിൻ്റെ കോംപ്ലിക്കേഷൻസും എല്ലാം പിന്നെയും ആലോചിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ദൈവകൃപയാൽ ഞാൻ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് എല്ലാം മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിച്ചു. യാതൊരു പ്രോബ്ലം ഇല്ലാതെ അവളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. അതിന് ഞങ്ങൾ ജോയൽ എന്ന് പേരിടുകയും ചെയ്തു. ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം, പരിശുദ്ധാത്മാവേ. പ്രൈസ് ദി ലോർഡ്. ഈ ഡോക്ടറുടെ ഒരു അനുഭവം പറയുകയാണ്. അദ്ദേഹം ദുബായിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ പേരക്കുഞ്ഞുണ്ടാകാൻ വലിയ തടസ്സം. മോക്ക് ആദ്യ കുഞ്ഞുണ്ടായ കുഴപ്പമില്ല, രണ്ടാമത്തെ കുഞ്ഞുണ്ടാകത്തില്ല. ഡോക്ടർമാർ പറഞ്ഞു 100% പറഞ്ഞു ഉണ്ടായ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർക്കും അങ്ങനത്തെ ഒരു ചിന്തയാണ് വന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ നമ്മുടെ അഭിഷേകാഗ്നി എന്ന് പറയുന്ന നമ്മുടെ ശുശ്രൂഷയിൽ കണ്ട് അത് പങ്കെടുത്ത് ശരിക്കും പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെട്ടു. ഒരു കോംപ്ലിക്കേഷനിലാണ്, ഒരു പ്രശ്നമില്ലാതെ നല്ലൊരു ആൺകുഞ്ഞിന് ജന്മം കൊടുക്കാൻ കർത്താവ് ആ മകളെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ.